മാസ്റ്റേഴ്സ് ഓഫ് ഈവിള് എന്തോ വിലപിടിപ്പുള്ളത് ഒരു ബേസിൽ നിന്നും അടിച്ചു മാറ്റാൻ ശ്രമിക്കുവാണ്. പെട്ടെന്ന് തന്നെ അവഞ്ചേഴ്സ് അവിടേക്ക് എത്തുന്നു. അവഞ്ചേഴ്സും മാസ്റ്റേഴ്സ് ഓഫ് ഈവിളുമായിട്ട് ഒരു വമ്പൻ പോരാട്ടം നടക്കുവാണ്. പോരാട്ടത്തിന്റെ ഇടയ്ക്ക് മൂൺ സ്റ്റോണും ഫിക്സറും ഗൊലായത്തും ആ ബേസിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. അത് കണ്ട അയൺമാനും ഹൾക്കും ഫാൽക്കണും അവരെ ഫോളോ ചെയ്ത് അവരുടെ പുറകെ പോകുന്നു. ബീറ്റിലിനോടും സ്ക്രീമിംഗ് മിമിയോടും ഫൈറ്റ് ചെയ്യുവാണ് മറ്റ് അവഞ്ചേഴ്സ്. സ്ക്രീമിംഗ് മിമി തന്റെ സ്ക്രീമിന്റെ സഹായത്തോടെ അവഞ്ചേഴ്സിനെ ഡിഫീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹോക്കൈ തന്റെ ഒരു സ്പെഷ്യൽ ആരോ യൂസ് ചെയ്ത് സ്ക്രീമിംഗ് മിമിയുടെ സൗണ്ട് ഇല്ലാതാക്കുന്നു. അതെ, സ്ക്രീമിംഗ് മിമിയെ ഹോക്കൈ ഡിഫീറ്റ് ചെയ്തു. അതുമാത്രമല്ല, തോറ് തന്റെ വെപ്പണായ മ്യോൾഡിയറിന്റെ സഹായത്തോടെ തന്റെ ലൈറ്റ്നിങ് പവേഴ്സ് യൂസ് ചെയ്ത് ബീറ്റിലിനെയും ഡിഫീറ്റ് ചെയ്യുന്നു. ഫാൽക്കൺ ഷോക്ക് അടിപ്പിച്ച് ഫിക്സറിനെ ഡിഫീറ്റ് ചെയ്യുന്നു. അയൺമാൻ തന്റെ റിപ്പൾസറുകളുടെ സഹായത്തോടെ മൂൺ സ്റ്റോണിനെയും ഹൾക്ക് ഗൊലായത്തിനെയും ഡിഫീറ്റ് ചെയ്യുന്നു. അതെ, മാസ്റ്റേഴ്സ് ഓഫ് ഈവിള് അവഞ്ചേഴ്സിന്റെ മുൻപിൽ തോൽവി ഏറ്റുവാങ്ങുന്നു. പെട്ടെന്ന് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ മാസ്റ്റേഴ്സ് ഓഫ് ഈവിള് ആ ബേസിൽ നിന്നും ടെലിപ്പോർട്ട് ആയിട്ട് മറ്റൊരു ബേസിലേക്ക് എത്തുന്നു. ബാരൻ സീമോയാണ് മാസ്റ്റേഴ്സ് ഓഫ് ഈവിളിനെ ആ ബേസിലേക്ക് ടെലിപ്പോർട്ട് ചെയ്യിപ്പിച്ചത്. ബാരൻ സീമോയ്ക്ക് തന്റെ അച്ഛന് വേണ്ടി അവഞ്ചേഴ്സിനോട് റിവെഞ്ച് ചെയ്യണം. അതിനു വേണ്ടിയാണ് മാസ്റ്റേഴ്സ് ഓഫ് ഈവിളിനെ ബാരൻ സീമോ ടെലിപ്പോർട്ട് ചെയ്യിപ്പിച്ച് തന്റെ ബേസിലേക്ക് കൊണ്ടുവന്നത്. അവഞ്ചേഴ്സിനെ ഇല്ലാതാക്കാൻ ബാരൻ സീമോ മാസ്റ്റേഴ്സ് ഓഫ് ഈവിളിനെ റിക്രൂട്ട് ചെയ്യുന്നു. ഈ സമയത്ത് മാസ്റ്റേഴ്സ് ഓഫ് ഈവിള് എവിടേക്കാണ് ടെലിപ്പോർട്ട് ആയതെന്ന് അവഞ്ചേഴ്സ് കണ്ടുപിടിക്കുന്നു. അതുമാത്രമല്ല, ഒട്ടും സമയം കളയാതെ അവഞ്ചേഴ്സ് അവിടേക്ക് പോവുകയാണ്. എന്നാൽ ഹോക്കൈ അവരോടൊപ്പം പോകുന്നില്ല. ഹോക്കൈക്ക് പ്രധാനപ്പെട്ട എന്തൊക്കെയോ ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. അവഞ്ചേഴ്സ് പോയ തക്കത്തിന് മാസ്റ്റേഴ്സ് ഓഫ് ഈവിള് അവഞ്ചേഴ്സ് ടവറിലേക്ക് പ്രവേശിക്കുന്നു. മാസ്റ്റേഴ്സ് ഓഫ് ഈവിളിനെ കണ്ട ഹോക്കൈയെ മാസ്റ്റേഴ്സ് ഓഫ് ഈവിള് ആക്രമിക്കാൻ ശ്രമിക്കുന്നു. എന്തായാലും ഒരു വിധത്തിൽ മാസ്റ്റേഴ്സ് ഓഫ് ഈവിള് ഹോക്കൈയെ പിടികൂടി. ഇപ്പോഴാണ് ഹോക്കൈക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. അതായത് മാസ്റ്റേഴ്സ് ഓഫ് ഈവിളിന് പിന്നിൽ ബാരൻ സീമോയാണ്. പെട്ടെന്ന് തന്നെ ഹോക്കൈ മാസ്റ്റേഴ്സ് ഓഫ് ഈവിളിനെ ഡിസ്ട്രാക്ട് ചെയ്തിട്ട് അവരുടെ പക്കൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. മാസ്റ്റേഴ്സ് ഓഫ് ഈവിള് ഹോക്കൈയെ പിടികൂടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം അതിസാഹസികമായിട്ട് രക്ഷപ്പെടുകയാണ് ഹോക്കൈ. എന്നാൽ ബാരൻ സീമോ ഹോക്കൈയെ ഷോക്ക് അടിപ്പിച്ച് തറ പറ്റിക്കുന്നു. ബാരൻ സീമോയും ഫിക്സറും ടോണി സ്റ്റാർക്കിന്റെ വോൾട്ടിലേക്ക് പോകുന്നു. അവഞ്ചേഴ്സ് തിരിച്ചെത്തിയെന്ന് മനസ്സിലാക്കിയ ബാരൻ സീമോ അവഞ്ചേഴ്സ് ടവറിന്റെ ഡോർസ് എല്ലാം ലോക്ക് ആക്കുന്നു. എന്തായാലും തോറിന്റെയും ഹൾക്കിന്റെയും സഹായത്തോടെ അവഞ്ചേഴ്സ് ടവറിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. അവഞ്ചേഴ്സ് ടവറിൽ പ്രവേശിച്ച ഉടൻ തന്നെ അവഞ്ചേഴ്സ് സെപ്പറേറ്റ് ആവുകയാണ്. അതെ, അത് ബാരൻ സീമോ വെച്ച ട്രാപ്പ് ആണ്. എന്തായാലും ഒരു നീണ്ട പോരാട്ടത്തിന് ശേഷം അവഞ്ചേഴ്സ് ആ ട്രാപ്പ് നശിപ്പിക്കുന്നു. മാസ്റ്റേഴ്സ് ഓഫ് ഈവിള് തോറിനെയും ഹൾക്കിനെയും പിടികൂടുകയാണ്. പെട്ടെന്ന് തന്നെ മറ്റ് അവഞ്ചേഴ്സ് അവിടേക്ക് വന്നിട്ട് അവരെ മാസ്റ്റേഴ്സ് ഓഫ് ഈവിളിന്റെ പക്കൽ നിന്നും സേവ് ചെയ്യുന്നു. അവഞ്ചേഴ്സും മാസ്റ്റേഴ്സ് ഓഫ് ഈവിളുമായിട്ട് ഒരു വമ്പൻ പോരാട്ടം നടക്കുവാണ്. ഫാൽക്കണെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഗൊലായത്തിനെ ഹൾക്ക് അവിടേക്ക് വന്ന് തറ പറ്റിക്കുന്നു. അയൺമാൻ തന്റെ ആർക്ക് റിയാക്ടറിന്റെ ബ്ലാസ്റ്റിന്റെ സഹായത്തോടെ ബീറ്റിലിനെയും ഫിക്സറിനെയും ഡിഫീറ്റ് ചെയ്യുന്നു. ബ്ലാക്ക് വിഡോ മൂൺ സ്റ്റോണിനെയും ക്യാപ്റ്റൻ അമേരിക്ക തന്റെ വൈബ്രേനിയം ഷീൽഡ് ഉപയോഗിച്ച് സ്ക്രീമിംഗ് മിമിയെയും ഡിഫീറ്റ് ചെയ്യുന്നു. ഈ സമയത്ത് ഹോക്കൈയെ കൊല്ലാൻ ശ്രമിക്കുവാണ് ബാരൻ സീമോ. പെട്ടെന്ന് തന്നെ ക്യാപ്റ്റൻ അമേരിക്ക അവിടേക്ക് വന്നിട്ട് ഹോക്കൈയുടെ സഹായത്തോടെ ബാരൻ സീമോയെ ഡിഫീറ്റ് ചെയ്യുന്നു. ബാരൻ സീമോയെ അവഞ്ചേഴ്സ് വളയുന്നു. അവഞ്ചേഴ്സിന്റെ മുൻപിൽ തോൽവി ഏറ്റുവാങ്ങാൻ ബാരൻ സീമോ തയ്യാറായില്ല. ബാരൻ സീമോ അവിടെ നിന്നും ടെലിപ്പോർട്ട് ചെയ്യുവാണ്. എന്തായാലും മാസ്റ്റേഴ്സ് ഓഫ് ഈവിളിനെ അവഞ്ചേഴ്സ് പിടികൂടിയിട്ടുണ്ട്. എന്തായാലും താമസിയാതെ ബാരൻ സീമോ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.